ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഞാനിന്ന് വൈകുന്നേരം ആയപ്പം ഞാനൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച വന്നിട്ട് എൻ്റെ അപ്പൂസിൻ്റെ ആദ്യ കുർബാനയാണ്. അപ്പോൾ ആദ്യ കുർബാനയ്ക്ക് അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അപ്പൂസിന് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ പപ്പയ്ക്കും ചേട്ടനും ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ എന്തായാലും സമയമായി. അപ്പം 2 വീലറിലാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഞാനും എൻ്റെ 2 മക്കളും കൂടാണ് പോകുന്നത്. അപ്പം 3 പേർക്ക് പോകണമെന്നുണ്ടെങ്കിൽ 2 വണ്ടി എടുത്തെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം എന്നാൽ ശരി ഒന്ന് പോയിട്ട് വരാം. ഇനി അവിടെ തിരക്കാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. നേരത്തെ എത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. എത്രത്തോളം നടക്കും എന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് താഴെ ഇറങ്ങി ചെന്നിട്ട് ഇനി അവിടെ ചെന്ന് വണ്ടിയൊക്കെ എടുത്ത് ഹെൽമെറ്റൊക്കെ ഇട്ട് ഇവിടുന്ന് പോകണം. അപ്പം എൻ്റെ മൂത്ത മകൻ അവനാണെങ്കിൽ വണ്ടി എടുത്ത് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. ഗേറ്റ് ഞാൻ തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് അപ്പൂസ് വന്ന് ഗേറ്റ് തുറന്നു. അപ്പൂസ് ഗേറ്റ് തുറന്നു. ആ സമയത്തിന് ഞാനും അങ്ങ് വണ്ടി വെളിയിലോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡിയായി. അങ്ങനെ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് പിന്നെ ന്യൂബിയൽ റോഡ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എൻ്റെ മൂത്ത മോൻ പറഞ്ഞു നമുക്ക് ന്യൂബിയൽ റോഡ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബിരിക്കുട്ടൻ പറയുന്നത് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ കളക്ഷൻസ് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ആദ്യമായിട്ടാണ് ആ ഷോപ്പിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം അവിടുത്തെ കളക്ഷൻസ് എങ്ങനെയാണ്, സാധനങ്ങളുടെ വിലയൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ സാധനങ്ങളുടെ വില പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1500 രൂപ കുറഞ്ഞൊരു ഷർട്ട് കിട്ടത്തില്ല. പാൻറ്റും അതുപോലെ തന്നെ 10,000-2000 രൂപ. ഇതിപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പെൺകുട്ടികളുടെ ഡ്രസ്സ് എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇപ്പോൾ ആൺകുട്ടികളുടെ തുണി എടുക്കുന്നതിനാണ്. ആണുങ്ങളുടെ തുണി എന്ന് പറഞ്ഞാൽ വലിയ ഫാഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പാൻറ്റും ഷർട്ടുമാണ് നമ്മൾ നോർമലായിട്ട് മേടിക്കുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 വിലയാട്ടോ. ഇവന്മാർക്ക് പാൻറ്റും ഷർട്ടും മേടിക്കുന്ന പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 4 ജോഡി ഡ്രസ്സ് എടുക്കും. നമുക്ക് 500 രൂപ 700 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടോപ്പ് കിട്ടും. ഇവന്മാർക്ക് കിട്ടുമോ? ആൺപിള്ളേരുടെ തുണിക്ക് നല്ല വിലയാണ്. പണ്ടത്തെ പോലൊന്നുമല്ല. ഇച്ചിരി ഒരു നല്ല ക്വാളിറ്റിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപയെന്ന് പറയും. 10,000 രൂപയോ എന്ന് പറയും. പക്ഷേ ഇവൻ 10,000 രൂപ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 3 ജോഡി ഡ്രസ്സ് എടുക്കാൻ പറ്റത്തില്ല. ആ അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കുറച്ച് വ്യൂസ് എൻ്റെ കൂട്ടുകാർക്ക് കാണിക്കുന്ന കേട്ടോ. ഇന്നും എൻ്റെ ക്യാമറാമാൻ വന്നിട്ട് എന്നത്തെ പോലെ എൻ്റെ അപ്പൂസാണ്. അപ്പോൾ അപ്പൂസിനോട് ഞാൻ പറഞ്ഞു പോകുന്ന വഴിക്ക് കുറേശ്ശെ വീഡിയോ എടുക്ക് എന്നിങ്ങനെ പറഞ്ഞ് അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് അവനെ കുറേശ്ശെ കട്ട് ചെയ്ത് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ന്യൂബിയൽ റോഡ് എൻട്രി ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ ഷോപ്പ് എത്തി. ഇവിടുന്ന് ഞങ്ങൾക്കൊരു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ വേണമെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഇവിടെ ഈ ന്യൂബിയൽ റോഡിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ സമയം എടുക്കുമെന്ന് തോന്നുന്നു. അരമണിക്കൂർ വേണം ട്രാഫിക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ. ട്രാഫിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലും അധികം സമയമാവും കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങളിവിടെ എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഷോപ്പിംഗ് ചെയ്യാൻ വന്ന ഇതിൻ്റെ പേര് സ്നിച്ച് എന്നാണ് കേട്ടോ. ഇവിടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. പക്ഷേ കളക്ഷൻസൊക്കെ ഒരുപാടുണ്ട്. ഷർട്ടുകളായാലും പാൻറ്റും അങ്ങനെ എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ നല്ല വിലയാണ് കേട്ടോ. വിലയ്ക്കൊന്നും കുറവൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല. ഇവർക്ക് 3 പേർക്കും ഞങ്ങൾ വൈറ്റ് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അച്ചയ്ക്ക് ആൾറെഡി ഒരു ഷർട്ട് ഉണ്ട്, വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കൂടി ഇവന്മാർക്ക് 2 പേർക്കും മേടിക്കുമ്പോൾ പിന്നെ അച്ചയ്ക്ക് മാത്രം ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവന്മാർക്ക് 2 പേർക്കും 2 കറുത്ത പാൻറ്റും അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ 3 പേർക്കും ഓരോ വൈറ്റ് ഷർട്ടും മേടിച്ചു. അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നു, അതൊരു വലിയ ഭാഗ്യമായി. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഷർട്ടും ഈ പാൻറ്റും ഒക്കെ തേടി വേറെ കടകളെന്ന് പറയുമ്പോഴത്തേന് ഇവിടെ തന്നെ ഇപ്പോൾ ആൾറെഡി വന്നിട്ടൊരു 2 മണിക്കൂറോളം ആവുന്നു. അങ്ങനെ എന്തായാലും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലിംഗ് സെക്ഷനിൽ വന്നപ്പോഴത്തേനാണെങ്കിൽ ഇനി ഒരു 700 റുപ്പീസും കൂടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 20% ഓഫും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ക്യാഷ് ബാക്ക് അങ്ങനെ എന്തോ സംഭവമുണ്ട്. അപ്പോൾ ഒരു 800 റുപ്പീസിന് എന്തെങ്കിലും കൂടെ വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വെച്ചും പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇവന്മാർ 2 കൂടെ പോയിട്ട് എന്നാൽ ശരി ടീഷർട്ട് എടുക്കാമെന്ന് പറഞ്ഞു വെച്ചു. അവന്മാർ 2 പേരുടെ പോയി വെച്ച് 2 പേർക്കും വേണ്ടുന്ന ടീഷർട്ട് മേടിച്ചു. അങ്ങനെ പിന്നെ ആ ടീഷർട്ടും കൂടെ കൊണ്ട് അവിടെ വന്നിട്ട് പിന്നെയും ബില്ലിങ് സെക്ഷനിൽ വന്നു. അത് കഴിഞ്ഞാൽ വെച്ച് ആ ടീഷർട്ടും കൂടെ ഒക്കെ ആഡ് ചെയ്തപ്പോഴത്തേന് എന്തായാലും വലിയ വ്യത്യാസമൊന്നും വന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും അധികം പൈസ തന്നെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ എന്തായാലും അതെല്ലാം മേടിച്ചിട്ട് ഇറങ്ങുക. ഇപ്പോൾ ആൾറെഡി ടൈം 7:30 മണിയായി. ഇനി ഇവിടുന്ന് ട്രാഫിക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് അങ്ങ് വീട്ടിലെത്തും. അപ്പോൾ ഇനി ഇവിടുന്ന് വണ്ടി ഓടിച്ചങ്ങ് പോകണം. എന്നും ഇമാരം കൊണ്ട് പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ കഴിക്കാനായിട്ട്. പക്ഷേങ്കിൽ ഇന്ന് കഴിക്കാനൊന്നും വാങ്ങിച്ചു കൊടുക്കാനുള്ള നേരമില്ല. അതുകൊണ്ട് നേരെ അങ്ങ് വീട്ടിലേക്ക് പോകുക. കാരണം ഇവിടെ തന്നെ സമയമായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇനി നേരെ അങ്ങ് പോവാണ്. പക്ഷേങ്കിൽ ഇവിടെ ബാംഗ്ലൂരിൽ രാത്രിയിലത്തെ ആ ഒരു വൈബ് വേറൊരു വൈബ് തന്നെ കേട്ടോ. ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ വണ്ടി ഇവിടെ തന്നെ പാർക്കിംഗ് സൗകര്യം ഉള്ളത് കൊണ്ട് ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ഇനി വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം എന്താ വാങ്ങിയെന്നുള്ളത് കേട്ടോ. അങ്ങനെ എന്തായാലും വീട്ടിലെത്തി. ഞങ്ങൾ പോകാൻ നേരത്ത് നല്ല വെട്ടമൊക്കെ ഉണ്ടായതുകൊണ്ട് ലൈറ്റൊന്നും ഇടാതെ പോയതുകൊണ്ട് ഇവിടെ ഫുൾ ഇരുട്ടായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് കയറിയതിന് ശേഷമാണ് ലൈറ്റൊക്കെ ഇട്ടത്.
അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറാമാനോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ കറക്റ്റായിട്ട് എടുക്കണമെന്ന്. അതുകൊണ്ട് അവൻ പേടിച്ചിട്ട് ഇരുട്ടത്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ അങ്ങനെ ഷെയർ ചെയ്തതാണ്. അങ്ങനെ ഇവിടെ വന്നു, അങ്ങനെ ഡോറ് തുറന്ന് ഞങ്ങളകത്ത് കയറി ലൈറ്റൊക്കെ ഇട്ടു. ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് എന്താ നോക്കിയാലോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നു. അപ്പോൾ ഷോപ്പിംഗ് എന്താ വാങ്ങിയെന്ന് എൻ്റെ കൂട്ടുകാർക്ക് കാണണ്ടേ. അപ്പൂസിൻ്റെയാണ് ആദ്യ കുർബാന. അപ്പൂസിൻ്റെ ആദ്യ കുർബാന പ്രമാണിച്ച് എല്ലാവരും പുതിയ ഡ്രസ്സ് എടുത്തു. ബ്ലാക്ക് ഷർട്ടല്ല, ബ്ലാക്ക് പാൻറ്റ് വൈറ്റ് ഷർട്ട്, ബ്ലാക്ക് പാൻറ്റ് വൈറ്റ് ഷർട്ട്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം അത് തന്നെ കേട്ടോ. ഇതെന്തോടെ കറുപ്പ് ടീഷർട്ട് അല്ലേ? ഞാൻ വെച്ചത് കറുപ്പ് 2 പാൻറ്റാന്നല്ലോ മേടിച്ചു. ഈ കറുപ്പ് ഇടുന്നു. ഇത് 2 ടീഷർട്ട് കേട്ടോ. 2 കറുത്ത പാൻറ്റ്, 2 കറുത്ത ടീഷർട്ട്, 3 വൈറ്റ് ഷർട്ട്. ഇത്രയാണ് പർച്ചേസ് ചെയ്യാൻ പോയത്. എപ്പോൾ പോയതാ? 4:45, 5 മണിയായപ്പോൾ ഇവിടുന്ന് പോയി കേട്ടോ. 5 മണിയായപ്പോൾ പോയി, 7:45 ഇവിടെ വന്നു. അപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാരെ പോയിട്ട് വാങ്ങിയിട്ട് വന്ന് സാധനം കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയുടെ എൻ്റെ പേരപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ, ബൈ, സീ യു.